ഇനി ഇത് വെച്ചുള്ള കളി ഇതോടെ മതി. കെട്ടഴിച്ചു വിടറാ. അയ്യോ അയ്യോ എടാ ദേ മായ. അയ്യോ ഉണ്ണി, നീ ചെന്ന് അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞുവിട്. മുതലാളിയെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ചെല്ല് ചെല്ല്. ഈ മുതലാളിയുടെ കാര്യം എന്ത് പറ്റി? ഒരു സ്ഥലത്തും ഇത്ര നേരം ഇരിക്കില്ല. അത് പിന്നെ പണ്ടേ അങ്ങനെയല്ലേ. ധൃതി വെക്കല്ലേ. നമുക്ക് മുകളിലേക്ക് പോയി. അവിടെ നിക്ക്. അല്ല അമ്മയും കുട്ടും മായം എന്താ രാവിലെ ഇതിലെ? മുതലാളി ഒന്ന് ഇപ്പൊ തന്നെ കാണണം. ഈ ഫയലൊന്ന് ഒപ്പിടിക്കാനാ. അയ്യോ ഇപ്പോഴോ? എന്താ ഇപ്പൊ കണ്ടാല്? ഒന്നുമില്ല. എന്താ ഇപ്പൊ കണ്ടാല്? എന്നായാലും കാണണ്ടതല്ലേ. പക്ഷെ എന്നാലും എന്താ ഇത്ര അർജന്റ്? അല്പം അർജന്റാ. പിണക്കം മാറിയില്ലല്ലോ മായക്ക്. ഓഹോ, അപ്പൊ നിങ്ങൾ വീണ്ടും പിടങ്ങിയോ? എന്താ മോളെ ഇങ്ങനെ? അയ്യോ മായ, ഞാൻ പറയട്ടെ, ഇപ്പൊ അങ്ങോട്ട് ചെന്ന ഒട്ടും ശരിയാവില്ല. എന്റെ ദൈവമേ, ഇതേ അവനാ പുരുഷനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഈ ദിവം തന്നെ കുളമാക്കും. ഇതിനകത്ത് അങ്ങനെ വന്ന് കേറിയാ ആകെ കുഴപ്പവും. വാ. അതെന്നെ പിടിക്കുന്നത്. ഡബിൾ ഡോസാടാ. Again success. ഇവനാരെ ഈ ചോട്ട? അയ്യോ ഹലോ മായ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ സംഭവത്തോടെ മായ ആകെ പിണക്കത്തില്ല. ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞാനെല്ലാം മായയോട് തുറന്നു പറയാൻ പോവാ. നീ എന്ത് ഭ്രാന്തായി പറയണത്? അതൊന്നും പറഞ്ഞ് ശരിയാവില്ല. എന്താ ശരിയാവത്ത്? ഉണ്ണി പറഞ്ഞ ശരിയല്ലേ? മായ നമുക്ക് അന്യൊന്നല്ലോ. എല്ലാം തുറന്നു പറയാം. മായ, കേൾക്കുമ്പോ ഞെട്ടരുത്. ഈ പിറന്നാളോടെ ഈ പച്ച മുതലാളി ഒരു തീരുമാനമെടുത്തു. ഞങ്ങള് 3 പേരും ഇനി ഇവിടെ തന്നെ താമസിച്ചാ മതിയെന്ന്. അല്ല മോനായി? അത് ശരി. എന്നാ പിന്നെ ബാക്കി കൂടി പറഞ്ഞോ. നിങ്ങൾ അവിടെ തനിച്ചാക്കിയിട്ട് ഇവിടെ താമസിക്കാൻ ഇവന് മടി. അത് തുറന്നു പറയാൻ അതിലും മടി. അയ്യോ മായ, അതല്ല. നീനൊന്നും പറയണം. എന്റെ മുതലാളി, എനിക്കൊന്ന് കാണണം. അയ്യോ മുതലാളി പോയി. എങ്ങോട്ട്? താഴത്തേക്ക്. താഴേക്കൂടി ഓഫീസിലേക്ക് പോയി. എപ്പോ? ഇപ്പോ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. മായ ഇതിലേ വന്നപ്പോ മുതലാളി അതിലേ പോയി. പക്ഷെ സൂപ്രണ്ട് പറഞ്ഞത് ലീവ് വന്നല്ലേ? അതെ, ഞാനാ വിളിച്ചു പറഞ്ഞു. ഞാനാ. അതപ്പോ രാവിലെ മുതലാളി പറഞ്ഞിട്ട്. പിന്നെന്തിനാ മുതലാളി പോയത്? അതെ, അതാ ഞാൻ നോക്കുന്നത്. മുതലാളി ആദ്യം പറയും പോണെന്ന്, പിന്നെ പറയും പോണില്ലാന്ന്. ഈ മുതലാളിയുടെ ഓരോ കാര്യങ്ങള് വെരി ഡിഫറെന്റ് മാൻ. എന്ത് കഷ്ടമായത്. അയ്യോ മായ, ഞാൻ പറയട്ടെ. അത് നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വിട്ട്? അവൾ ഓഫീസിലെത്തി എല്ലാം പൊളിയില്ലേ? അതപ്പൊ നോക്കാം. എടാ, പെൺബുദ്ധി പിൻബുദ്ധി എല്ലാം തുറന്നു പറഞ്ഞു ഇപ്പൊ കാണായിരുന്നു. നീ എങ്ങോട്ടേ പോണത്? അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അതിനടുത്ത് അകത്തേക്ക് വെക്കണ്ടേ? നീ അവളെ കൊണ്ട് വരണപ്പോ ഞങ്ങൾ അതിനടുത്ത് പുറത്തേക്ക് ഇട്ടു. അല്ല നോക്കിക്കാൻ മാന്താ. പോടാ അവിടുന്ന്. നിന്നോടല്ല. പെട്ടെന്ന് പിടി പിടി. ഇങ്ങോട്ട്
കാല് പൊക്ക്. കാല് വാ. ഉണ്ടായില്ലടാ. നോക്കിക്കേ പിടിക്കാം. വലിച്ചോ, വലിച്ചോ, വലിച്ചോ. എന്താ ചെയ്യാ? പിടി, പിടി. അയ്യോ. എടാ, നിക്കടാ അവിടെ. മനുഷ്യന്റെ ജീവൻ കൊല്ലാൻ വേണ്ടി ചെറുക്കം പേടിപ്പിക്കും. ചക്കന് കളിക്കാൻ കൊണ്ടൊരു നേരം. ഞാനും വരണോ? അയ്യോ. ഇതെന്താ ചെയ്യാ? നോക്കിയിരിക്കാതെ പിടിക്കടാ. വലി 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 വലി. ഇനിയിപ്പോ ഇതിനെ കൂടി ചുമക്കേണ്ടി വരും. ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. നിങ്ങൾ എങ്ങനെ കൊണ്ടുവന്ന എവിടെ കൊണ്ടേ സ്റ്റോക്ക് ചെയ്യാനാ? കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. തമാശ പറയല്ലേ. ഊട്ടിയിട അവിടെ എങ്ങാനും. തീക്കളിയാടാ. നമുക്ക് ഈ പച്ച മുതലാളിയെ വല്ലയിടത്തും കൊണ്ട് കളയാം, എന്നിട്ട് തലയൂരാം. അതേ നിവൃത്തിയുള്ളൂ. ആ കൊച്ചമണി കാണാതെ ഈ കടലിൽ തന്നെ കൊണ്ട് തള്ളിയ പോരെ? ഈ കടല്ലോ, എന്നിട്ട് വേണം ഇവിടെ തന്നെ പൊങ്ങി വരാൻ. എടാ, ദൂരെ വല്ലയിടത്തും കൊണ്ട് കളയാം. അത് വേണോടാ ദാസ. അത് വേണം. നീ ഞങ്ങളെ കമ്പനി ചടങ്ങല്ലേ? ദാസ വേണം, നമുക്ക് പോവാം. നിക്ക്, ആദ്യം നമ്മുടെയൊക്കെ വേഷം മാറണം. കൊണ്ട് കളയും വരെ ഒറ്റ സംശയം തോന്നല്.